You've been talking about patience, hoping for everlasting. You're known for talking. ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നമ്മൾ എഡിറ്റ്സിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കിഡിലായിട്ടുള്ള ഒരു ട്രാൻസിഷനാണ്. അപ്പോൾ അത് പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതേപോലെ, അതായത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കുക. അതായത് ഞാനിപ്പോൾ 2 ഫോട്ടോ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സെൻറ്ററിലായിട്ട് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ബീറ്റ് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കീ ഫ്രെയിംസ് ഒക്കെ അവിടെയാണ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും എൻഡിലുമായിട്ട് നമ്മൾ ഇതേപോലെ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു കീ ഫ്രെയിംസ് ആഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. അതായത് 2 ഫോട്ടോയുടെയും ഡ്യൂപ്ലിക്കേറ്റ് ലെയേഴ്സ് ഇതേപോലെ എടുക്കുക. ശേഷം ഒന്നാമത്തെ ക്ലിപ്പ്, അതായത് ഇവിടെ വരാം. ശേഷം താഴത്തെ ക്ലിപ്പ് ഓഫാക്കി ഇടുക. ശേഷം ക്ലിപ്പ് സെലക്ട് ചെയ്യുക. മുകളിലുള്ളത് എഫക്ട്സ്, ആഡ് എഫക്ട്സ്, മാറ്റ് മാസ്ക് കീയിൽ വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക. വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ ആംഗിളിൽ വരിക. ആംഗിൾ നമ്മൾ 90 ഡിഗ്രി, ഓക്കെ 90 ഡിഗ്രി ആക്കി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ആ ഒരു സ്പ്ലിറ്റ്, അതായത് നമ്മൾ ആ സ്പ്ലിറ്റാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മൾ 50 ആക്കി കൊടുക്കുക. എൻഡിൻ്റെ വാല്യൂ നമ്മൾ 50 ആക്കി കൊടുക്കുക, 50%. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ശേഷം ഈ ഒരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്യുക. ഇനി നമ്മൾ മുകളിലുള്ള ലെയറിലാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ താഴെയുള്ള ലെയറിൽ ചെയ്യണം. മുകളിലെ ലെയർ ഓഫാക്കി ഇടുക, താഴെയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ആ ഒരു ലെയർ ഓപ്പൺ ആക്കുക. ശേഷം എൻഡിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്യുക. അതായത് 100% ആയിരിക്കും ഉണ്ടാവുക. 100ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിൻ്റെ വാല്യൂ നമ്മൾ 50 ആക്കി കൊടുക്കുക. ഓക്കെ, സ്റ്റാർട്ടിൻ്റെ വാല്യൂ ഇതേപോലെ കറക്റ്റായിട്ട് 50 ആക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ മുകളിലുള്ള, അതായത് ആ മുകളിലെ ലെയർ സെലക്ട് ചെയ്യുക. അതിൻ്റെ എഫക്ട്സ് ഒന്ന് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുകളിലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ താഴെയുള്ളത് കോപ്പി ചെയ്യുക. ഇവിടെ താഴെയില്ലേനി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് ഇവിടെ 2 സ്ഥലത്ത് നമ്മളിപ്പോൾ ഒരേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു സ്ലൈഡാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഇനി നമുക്ക് സ്ലൈഡ്. ഓക്കെ, അപ്പോൾ സ്ലൈഡിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം, അതിൽ സ്കെയിൽ ടൂള്, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിൽ ഒരു കീ ഫ്രെയിം. അപ്പം ഈ മുകളിലെ ലെയർ ഈ ഒരു സൈഡിലേക്ക് പോകുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ റെഡ് ലൈനിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. ശേഷം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. ഇനി ഇതിൽ നമുക്കൊരു കർവ് സെറ്റ് ചെയ്യണം. ഈ ഒരു കർവ് നിങ്ങൾ സെറ്റ് ചെയ്യുക. നമുക്ക് ഔട്ടായിട്ടാണ് ആ ഒരു ഫസ്റ്റ് ക്ലിപ്പിൽ വരുന്നത്. അതുകൊണ്ട് ഔട്ട് ഗ്രാഫ് ഇതേപോലെ സെറ്റ് ചെയ്യുക. ശേഷം ഈ ഒരു കർവ് വന്ന് നമ്മൾ കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ താഴെയുള്ള ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെൻറ്ററിൽ കീ ഫ്രെയിം, എൻഡിൽ കീ ഫ്രെയിം, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഇതും ആ ഒരു റെഡ് ലൈൻ കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ മൂവ് ചെയ്യാൻ. ഓക്കെ, ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ശേഷം നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെ ഇല്ല, നമ്മൾ ആ ഒരു സ്പ്ലിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്ക് പോകാം. മീൻസ് രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് വരിക. ഇതിൽ നമ്മൾ ഫസ്റ്റാണ് കീ ഫ്രെയിം കൊടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം കൊടുക്കുക, സെൻറ്ററിൽ കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഒരു സൈഡിലേക്കാണ് മൂവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് അത് ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതേപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ഒരു കർവ് പേസ്റ്റ് ചെയ്യുക, റൊട്ടേറ്റ് ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ താഴെയുള്ള ക്ലിപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റേത് ചെയ്ത സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, ഇതേപോലെ സെറ്റ് ചെയ്യുക. നേരത്തെ കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സെയിം കർവ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു കർവ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പം അല്ലേ ആ ഒരു സ്പ്ലിറ്റ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എഫക്ട്സ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്ട്സ്, ആഡ് എഫക്ട്സ്, ഡിസ്ട്രോഷൻ ആൻഡ് വാർപ്പിൽ ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്യുക. മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തിട്ട് എല്ലാ ലെയറിലും, അതായത് 4 ലെയേഴ്സ് ഉണ്ട്, 4 ലെയേഴ്സിലും ടൈൽസ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം എല്ലാ ലെയേഴ്സിലും ഇപ്പോൾ നമ്മൾ ടൈൽസ് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് മോഷൻ ബ്ലറാണ്. ആഡ് എഫക്ട്സ്, ബ്ലറിൽ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതും നമ്മൾ കോപ്പി ചെയ്ത് 4 ലെയറിലും പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ 2 എഫക്ട്സ് നമ്മൾ 4 ലെയേഴ്സിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മോഷൻ ബ്ലർ വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ലാഗ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു 2 ലെയേഴ്സ്,
നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ആ ഒരു 2 ലെയേഴ്സ് തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക. ഇവിടെ കാണുന്ന ഒന്നാമത്തെ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു ലെയറും നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ 2 ലെയറും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് ആ ഒരു റൊട്ടേഷനാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിലേക്ക് വരിക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ റൊട്ടേഷനിൽ വരിക. ശേഷം ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, അതായത് സെൻറ്ററിലൊരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. എൻഡിലുള്ള കീ ഫ്രെയിം ഇതേപോലെ 90 ഡിഗ്രി ആക്കി കൊടുക്കുക. ശേഷം ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് ആ ഒരു ഔട്ട് കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് നമ്മൾ ഇപ്പം അലൈറ്റ്മോഷൻ യൂസ് ചെയ്യുന്ന ഏകദേശം ആൾക്കൊക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇവിടെ നമ്മൾ നേരത്തെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പോസിറ്റീവ് 90 ഡിഗ്രി കൊടുക്കുക. ഇതേപോലെ എൻഡിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഇതേപോലെ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക ഫസ്റ്റിലും സെൻറ്ററിലുമായിട്ട്. നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത കർവ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, റൊട്ടേറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതാ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു സ്പ്ലിറ്റ് പ്ലസ് റൊട്ടേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.